തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഇൻഷുർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ 10 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് കിട്ടുന്ന പദ്ധതിയാകുന്നു ഇത്. സംസ്ഥാന തൊഴിലുറപ്പ് മിഷനുമായി കൈകോർത്ത് തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപകട മരണത്തിന് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയും അപകടത്തെ തുടർന്നുള്ള ചികിത്സയ്ക്ക് 10,000 മുതൽ 1 ലക്ഷം രൂപ വരെയും അപകടത്തിൽ പൂർണ്ണ വൈകല്യമോ മരണമോ സംഭവിച്ചാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് 1 ലക്ഷം രൂപ വരെയും ധനസഹായം കിട്ടുന്ന പദ്ധതിയാകുന്നു ഇത്. പദ്ധതിയിൽ ചേരുന്നതിന് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ അഥവാ IPPB-യിൽ 200 രൂപ അടച്ച് അക്കൗണ്ട് തുറക്കണം. ആധാറുമായി ബന്ധിപ്പിച്ചതിനാൽ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് തൊഴിലുറപ്പ് വേതനവും കിസാൻ സമ്മാൻ നിധി പോലുള്ള ഗ്രാൻറ്റുകളും കൈപ്പറ്റാം. മിനിമം ബാലൻസ് നിലനിർത്തണമെന്ന നിബന്ധനയോ പിഴയോ ഇല്ല. തൊഴിലിടത്തിലുണ്ടാകുന്ന അപകടം, റോഡപകടം, വഴുതി വീണുള്ള പരിക്ക്, തീപ്പൊള്ളൽ, പാമ്പുകടിയേൽക്കുക തുടങ്ങിയ അപകടങ്ങൾക്കെല്ലാം പരിരക്ഷ നൽകും. 30 പേരുണ്ടെങ്കിൽ ഒരു ക്യാമ്പ്. ഒരു സ്ഥലത്ത് 30 പേരെങ്കിലും പദ്ധതിയിൽ ചേരാനുണ്ടെങ്കിൽ തപാൽ വകുപ്പിനെ അറിയിച്ചാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അധികൃതർ അവിടെ എത്തി ഇൻഷുറൻസ് ചേർക്കൽ ക്യാമ്പ് നടത്തും. എല്ലാ തപാൽ ഓഫീസിലും ഇതിന് സൗകര്യമേർപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കണം. അത് 200 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത് ഇൻഷുറൻസ് കിട്ടുകയാണ്. പോസ്റ്റ് ഓഫീസിലാണ് ഈ പദ്ധതി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ അസംഘടിത തൊഴിൽ മേഖലയിലുള്ളവരും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഈ ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങൾ നിർബന്ധമായും എടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.